സംശയവും വേണ്ട. പക്ഷേ വിശ്വാസപൂർവം ഭക്തിപൂർവം ഭഗവാനെ ആശ്രയിക്കുക. ഓർക്കുന്നുവോ നരസിംഹാവതാരം? ആ ഹിരണ്യകശിപു അങ്ങനെ കോപം കൊണ്ട് ക്രോധം കൊണ്ട് ജ്വലിക്കുകയാണ്. തൻ്റെ പുത്രൻ പ്രഹ്ലാദബാലൻ അസുരവംശത്തിൽ ജന്മമെടുത്തിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു മായയാണ് എന്ന് ഹിരണ്യകശിപു ധരിച്ചു വശായിരിക്കുന്നു. കൈകളിൽ ആ തിളങ്ങുന്ന ഉടവാൾ ഉറയിൽ നിന്നും ഊരിപ്പിടിച്ചിരിക്കുകയാണ്. ചോദിക്കുന്നു ഒരല്പം പുച്ഛരസത്തോടുകൂടി പ്രഹ്ലാദബാലനോട്. ആ സംബോധന തന്നെ വളരെ രസകരമാണ്. ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകരാധമ, മൂഢബുദ്ധിയായ മന്ദബുദ്ധിയായ ബാല, എവിടെ നിന്റെ നാരായണൻ, ഒരു ശ്രീഹരി വിഷ്ണു? അച്ഛൻ്റെ ആ ചോദ്യത്തിലെ പുച്ഛരസം പ്രഹ്ലാദബാലന് വ്യക്തമായി. എങ്കിലും അച്ഛനോടുള്ള ആ പരിപൂർണമായ ആ ബഹുമാനത്തോടു കൂടി തന്നെ സ്മേരവദനായി പ്രഹ്ലാദബാലൻ പറയുന്നു, അച്ഛാ സർവത്ര 14 ലോകങ്ങളിലും അച്ഛനിലും എന്നിലും പരനിലും ആ ഈശ്വര ചൈതന്യം ദൃശ്യമാകുന്നു. അഹോ ജയിപ്പൂ ജഗദാധാരം ഒരദ്ഭുത ദിവ്യമഹസ് അഖണ്ഡമദ്വയം അചിന്യ വൈഭവം അനാദിമധ്യന്തം. എവിടെയൊക്കെ ആ ചൈതന്യം നമുക്ക് കാണാം. ആഴ്വാഞ്ചേരിത്തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ മുലയനിലുണ്ട്, ആദിത്യനിലുണ്ടണു കൃമിയിലുമുണ്ട് അതിൻ പരിസ്ഫുരണം. അച്ഛാ, ആ ശ്രീനാരായണ സ്വാമിയുടെ ചൈതന്യം സകല ചരാചരങ്ങളിലുമുണ്ട്. യാതൊരു ചൈതന്യമാണോ അച്ഛനിലും എന്നിലും പ്രവേശിച്ച് നമ്മുടെ കരചരണങ്ങൾക്ക് ശക്തി നൽകുന്നത്? ആ പരമപുരുഷനെ ഞാനിതാ നമിക്കുന്നു. യോന്തപ്രവിശ്യമമവാചവിമാംപ്രസുപ്തം സഞ്ജീവയത്യഖിലശക്തി ധരസ്വധാംഗം അന്യാം സഹസ്തചരണശ്രവണത്വഗാധി പ്രണന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. 14 ലോകങ്ങളിലും വിളങ്ങുന്ന ആ ഈശ്വര ചൈതന്യത്തെ, ആ നാരായണനെ ഞാനിതാ നമിക്കുന്നു എന്ന് പ്രഹ്ലാദബാലൻ ഉരിയാടുന്നു. പ്രഹ്ലാദബാലന്റെ ഈ വേദാന്തമൊന്നും അസുരചക്രവർത്തിയായ ആ ഹിരണ്യകശിപുന് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞല്ലോ 14 ലോകങ്ങളിലും നിന്റെ ശ്രീഹരി വിഷ്ണു സദാ വിളങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഈ തൂണിന്റെ മുമ്പിൽ കാണുന്നില്ല? ഈ തൂണില് എന്റെ മുമ്പിൽ ഉള്ള ഈ തൂണിൽ എന്തുകൊണ്ട് കാണുന്നില്ല? കസ്മാത് സ്തംഭേ ന ദൃശ്യതേ. പ്രഹ്ലാദബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഞാൻ കാണുന്നു, ദൃശ്യതേ, ഞാൻ കാണുന്നു. ഇത് പറഞ്ഞതും ആ ഹിരണ്യകശിപു തന്റെ ശരീരത്തിലുള്ള ആ സമസ്ത ശക്തിയും തന്റെ മുഷ്ടിയിലോട്ട് ആവാഹിച്ച് തന്റെ മുമ്പിലുള്ള ആ തൂണിനെ ശക്തിയായി എന്ന് പ്രഹരിക്കുകയാണ്. അതിഗംഭീര ശബ്ദത്തോടുകൂടി ആ തൂണ്